രശ്മി, ഈ അടുത്ത് നമ്മുടെ ഓഫീസിൽ ഒരു നോട്ടീസായിട്ട് ഒരു ചേട്ടൻ വന്നിരുന്നില്ലേ, നമ്മളുടെ അടുത്ത് തട്ടുകടക്ക് ചെയ്യുന്ന ചേട്ടൻ. അപ്പോൾ ആൾക്ക് വർഷങ്ങളായിട്ട് അവിടെ ബിസിനസ് നടത്തുകയാണ്, നല്ല വോളിയം ഓഫ് ബിസിനസ് ഉണ്ട്, വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഈ അടുത്തൊക്കെ ആയിട്ട് എല്ലാവരും ഈ ഗൂഗിൾ പേയും മറ്റും ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ആൾക്ക് നല്ലപോലെ ട്രാൻസാക്ഷൻസ് ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പാനിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് വഴി ആളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആൾക്ക് GST നോട്ടീസ് വന്നിരിക്കുകയാണ്. ആൾ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്തില്ല, ഡീറ്റെയിൽസ് തരൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് വന്നേക്കാണ്. പാവം ആൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സാധാരണ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഒരു ചെറുകിട വ്യവസായികളൊക്കെ സംബന്ധിച്ചിടത്തോളം GSTയെ കുറിച്ച് കുറച്ചൊരു കോമൺ ആയി നോളജ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്തരം GST നോട്ടീസുകളുടെ പുറകെ പോയി ടെൻഷൻ അടിച്ച് കുറേ സമയം കളഞ്ഞ് ഫൈൻ അടച്ച് പെനാൽറ്റി അടച്ച് വർഷങ്ങൾ പുറകിലുള്ള കണക്കുകളൊക്കെ ശരിയാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുകയാണ്. മിക്കവർക്കും GST രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്, ഞാൻ GSTയുടെ പരിധിയിൽ വരുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ല. മാഡം പറഞ്ഞത് ശരിയാണ്. പലർക്കും അറിയില്ല GST രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്. പലരും എത്ര ടേൺ ഓവർ എത്ര സെയിൽസ് കഴിഞ്ഞിട്ടാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യം തന്നെ എടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു കേരളത്തിലൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ അവരുടെ സെയിൽസ് ഒരു 20 ലക്ഷം കടക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചേക്കുന്ന 40 ലക്ഷമാണ് ടേൺ ഓവർ എന്നൊക്കെയാണ്. പക്ഷേ 40 ലക്ഷം എന്ന് പറയുന്നത് ട്രേഡിംഗ് ഐറ്റത്തെ സംബന്ധിച്ചിടത്താണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണല്ലോ GST എന്ന് പറയുന്നത്. അതിൽ ഗുഡ്സ് കാറ്റഗറിയിൽപ്പെട്ട സാധാരണ നമ്മൾ കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, ഒരു സാധനം വാങ്ങി വിൽക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ 40 ലക്ഷം ടേൺ ഓവർ മീൻസ് സെയിൽസ്. 40 ലക്ഷം വിറ്റുവരവ് കടന്നാൽ മാത്രം അവർക്ക് GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. പക്ഷേ GST നിയമത്തിൽ കാറ്ററിംഗ്, റെസ്റ്റോറൻറ്റ്, ഈ 2 ബിസിനസ്സുകാരും സർവീസ് സെക്ടറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സപ്ലൈ സർവീസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ലിമിറ്റ് 20 ലക്ഷം